മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 20-21 വാക്യങ്ങൾ. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 20 and 21. അവരുടെ വിശ്വാസം കണ്ടവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക? നമ്മുടെ കർത്താവ് പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതൊന്നും യഹൂദ പ്രമാണികൾക്ക് വൈരം ഉദിപ്പിച്ചില്ല. പാപം മോചിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അവിടെ രോഷം ജ്വലിപ്പിച്ചു. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യഹൃദയത്തിൽ പാപക്ഷമയുടെ ബോധ്യമുണ്ടാകുന്നത് ഒരു അത്ഭുതമാണ്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചു. ഈ അധികാരം ഈശോയ്ക്ക് ഉണ്ടെന്ന് താൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സകല പാപവും ക്ഷമിക്കുവാൻ ഈശോ പ്രാർത്ഥനാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ പാപക്ഷമ ഒഴിച്ചുള്ള പലതും മനുഷ്യൻ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. കുഷ്ഠരോഗികളെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു. പക്ഷപാതക്കാരനെയും മരുന്നുകൊണ്ട് ബലപ്പെടുത്തുന്നു. പക്ഷെ പാപക്ഷമയുടെ ബോധ്യം തരുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ, നിങ്ങളെല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറഞ്ഞു. ഈശോയോട് ബന്ധപ്പെട്ടതിന്റെ ഫലമായി തങ്ങളുടെ പാപങ്ങൾ ക്ഷമ കിട്ടിയിരിക്കുന്നതായി വ്യക്തമായ ബോധ്യം ലഭിച്ച അനേകരുണ്ട്. ദുർവൃത്തനായി ജീവിച്ച അഗസ്റ്റിൻ പാപക്ഷമയുടെ ബോധ്യം ലഭിച്ചതിന് ഫലമായി വിശുദ്ധനായ അഗസ്റ്റിൻ എന്ന പേരിന് അർഹനായി. ഈശോ തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന ബോധ്യം ലഭിച്ചതിനാൽ മനക്ലേശമില്ലാത്തവരായി ജീവിക്കുന്ന ധാരാളം ക്രൈസ്തവരുണ്ട്. ഉയർന്നെഴുന്നേറ്റ ഈശോ തങ്ങളോടുകൂടി ജീവിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരാൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവമാണ് പാപക്ഷമയുടെ ബോധ്യം. ഈശോയുടെ സാന്നിധ്യം പാപക്കറയില്ലാതാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.